Hello friends. In the LibreOffice edit view രണ്ട് മെനുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഇതിൽ പരിചയപ്പെടുന്നത്. അതിന്റെ കൂടെ നമ്മൾ ജസ്റ്റ് സ്റ്റാൻഡേർഡ് ടൂൾബാറും ഫോർമാറ്റിംഗ് ടൂൾബാറിനെ കുറിച്ചും നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കേ, അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് LibreOffice റൈറ്റർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫയൽ ഓപ്പൺ ചെയ്യണം നമ്മൾ. അപ്പോൾ ഇതിന്റെ മുന്നിൽ നമ്മൾ നോക്കിയ ഫയലാണ്. അപ്പോൾ ആ ഫയൽ നമ്മൾ ഇപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് കാണുന്ന ഫയൽ മെനു നമ്മൾ ജസ്റ്റ് നോക്കി. ഇതിൻ്റെ അകത്ത് ഒരുപാട് ഓപ്ഷൻസ് വേറെ ഉണ്ട്. എഡിറ്റിൻ്റെ അകത്ത് നമ്മൾ അത്യാവശ്യം ഇപ്പോൾ അൺഡു റീഡു റിപ്പീറ്റ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് വെച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഇതിലൊരു മാറ്റങ്ങൾ വരുത്തി അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഇത് നമുക്ക് പഴയ മാതിരി കിട്ടണമെങ്കിൽ നമുക്ക് കണ്ടോ അൺഡു എന്നുവെച്ചാൽ നമ്മൾ മുന്നേ ചെയ്ത ഇതിലേക്ക് പോകും കണ്ടോ. ഇനി നമുക്കത് വേണ്ടെങ്കിൽ റീഡു എന്ന് പറഞ്ഞിട്ട് ഡിലീറ്റ് ഓപ്ഷൻ തന്നെ വരണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിവിടെ കൺട്രോൾ സെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കീബോർഡിൽ ടൈപ്പ് ചെയ്ത് എല്ലാത്തിൻ്റെ ഷോർട്ട് കട്ടും ഇതിൻ്റെ അകത്തുള്ള തന്നെ സൈഡിൽ തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് കട്ട് കോപ്പി പേസ്റ്റ്. ഇപ്പോൾ നമുക്ക് കോപ്പി ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യുക ഭാഗം, അല്ലെങ്കിൽ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യേണ്ട ഭാഗം മാത്രം കട്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഉണ്ടോ കോപ്പി അല്ലെങ്കിൽ കട്ട്. ഇപ്പോൾ നമ്മൾ ഈ പാരഗ്രാഫ് മൊത്തം കോപ്പി ചെയ്യണമെങ്കിൽ കോപ്പി ചെയ്യാം. കൺട്രോൾ V എന്ന് അടിച്ചാൽ പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പോയിട്ട് പേസ്റ്റ് എന്ന് കൊടുക്കുന്നുണ്ടോ. പിന്നെ നമുക്ക് വരുന്നത് ഇത് മൊത്തം സെലക്ട് ചെയ്യണമെങ്കിൽ സെലക്ഷൻ മോഡ് ഇവിടെ പറയുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ബ്ലോക്ക് ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ആകുമ്പോൾ കൊടുത്താൽ ആ ഒരു പേജിൽ അല്ലെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റ്സിലുള്ള മൊത്തം കാര്യങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ അതിൻ്റെ വേറെ വരുന്നത് ഫൈൻഡ് റീപ്ലേസ് ഓട്ടോ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. കുറേ ഓപ്ഷൻസ് ഉണ്ട്, ചേഞ്ചസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫൈൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വേർഡോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഇതിൽ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്തണമെങ്കിൽ നമുക്ക് ഫൈൻഡ് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലിബ്രെ എന്ന് കൊടുത്തു. ഇവിടെ ബിഗിനിങ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ മൗസ് വെച്ചിട്ടുള്ള അവിടെ വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. അപ്പോൾ ഫൈൻഡ് നെക്സ്റ്റ് വേണമെങ്കിൽ ഫൈൻഡ് നെക്സ്റ്റ് കൊടുക്കുക കണ്ടോ. റീപ്ലേസ് ഫൈൻഡ് ഓൾ എന്ന് കൊടുത്താൽ നമുക്ക് എവിടെയൊക്കെ ആ വേർഡ് ഉണ്ടോ ആ വേർഡൊക്കെ സെലക്ട് ആയിട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ മാച്ച് കേസ് നമ്മൾ ലെറ്റേഴ്സിൻ്റെ ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ വെച്ചിട്ടൊക്കെ സെർച്ച് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് നോക്കാം. പിന്നെ ഫൈൻഡ് റീപ്ലേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫൈൻഡ് ചെയ്ത വേർഡിനെ ഇപ്പോൾ ലിബ്രെന്ന് മാറ്റിയിട്ട് നമുക്ക് ഓപ്പൺ ഓഫീസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്ന റീപ്ലേസ് കൊടുത്താൽ ഫസ്റ്റത്തെ അതാ ആ സെലക്ഷൻ വന്നിട്ടുള്ള അവിടെ അതാ അവിടെ ഓപ്പൺ മാറിയിട്ടുണ്ട്. ക്ലോസ് ചെയ്യാം. അതിൽ തന്നെ പിന്നെ മാച്ച് കേസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഒരു പാരഗ്രാഫ് ഒന്നുകൂടെ കോപ്പി ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നതാണ് റീപ്ലേസ് അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഒരു ഓട്ടോ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചില ഷോർട്ടൊക്കെ അടിച്ചാൽ നമുക്കൊരു വേർഡോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്യുന്നതിന് പകരം അതിൻ്റെ ഷോർട്ട് അടിച്ചാൽ അത് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ടെക്സ്റ്റ് വരാൻ വേണ്ടിയിട്ട് അതിൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഓട്ടോ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അതെങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഓട്ടോ ടെക്സ്റ്റ് എന്ന് എടുത്താൽ ഇപ്പോൾ നമുക്ക് എല്ലാം അടിക്കുന്ന സമയത്ത് ലിബ്രെ ഓഫീസിൽ നിന്ന് അവിടെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ലിബ്രെ ഓഫീസ് അവിടെ ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഓട്ടോ ടെക്സ്റ്റ് എടുക്കാം. അല്ലെങ്കിൽ കൺട്രോൾ F3 എന്ന് അടിച്ചാൽ കൺട്രോൾ F3 വരും. അതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പോൾ മൈ ഓട്ടോ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡിഫോൾട്ടായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. ഒരു ഇതിലൊക്കെ കണ്ടോ അതിൻ്റെ ഫോർമാറ്റ് ഇതാണ്. ഇത് നേരെ ഇവിടെ നിന്ന് ഇൻസെർട്ട് നിന്ന് എടുത്ത് കണ്ടോ, നേരെ അവിടെ ഇൻസെർട്ടായിട്ട് വരും. ഇതിൻ്റെ ഈ ടെക്സ്റ്റും വാല്യൂസൊക്കെ നമുക്ക് വരാം. അപ്പോൾ നമുക്ക് ഈ ഫോർമാറ്റുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ നമുക്ക് ടെക്സ്റ്റുകളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അത് നമുക്ക് എല്ലാ ഡോക്യുമെൻറ്റ്സിനും വേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിൽ നമ്മളെ ടെക്സ്റ്റ് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. ഓട്ടോ ടെക്സ്റ്റ് എടുത്ത് ഇതിലിപ്പോൾ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ L വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മൈ ഓട്ടോ ടെക്സ്റ്റ് എന്നതിൻ്റെ സെലക്ഷൻ കൊടുക്കാം.
അപ്പോൾ നമ്മൾ ഇതിൽ നമുക്ക് വരേണ്ട വേർഡ് ഇതിൽ കൊടുത്തതിന് ശേഷം ഇവിടെ ഓട്ടോ ടെക്സ്റ്റ് അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ട വേർഡ് ഇവിടെ കൊടുക്കുക, അതിൻ്റെ ഷോർട്ട് കട്ട് ഇവിടെ കൊടുക്കുക. എന്നിട്ട് ഈ മൈ ഓട്ടോ ടെക്സ്റ്റിലാണ് നമുക്ക് നമ്മുടേതായ ടെക്സ്റ്റുകളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ ഓട്ടോ ടെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൻ്റെ അകത്ത് ന്യൂ ടെക്സ്റ്റ് ഓൺലി ഇമ്പോർട്ട്, നമുക്ക് വേറെ ഫയൽസും കാര്യങ്ങളും നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചതൊക്കെ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ന്യൂ ഇത് കൊടുക്കും. ഇനി ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ അകത്തുണ്ടോ LibreOffice എന്ന് പറഞ്ഞിട്ട് ഇത് വന്നു. ഇങ്ങനെ എത്ര ഷോർട്ട് കട്ട് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാം നമ്മൾ ഷോർട്ട് കട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് പാക്കേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മൾ ആ ഒരു നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള ഓട്ടോ ടെക്സ്റ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാനാണ്. ജസ്റ്റ് നമ്മൾ കൊടുത്ത ഷോർട്ട് കട്ട് വെച്ച് എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചിട്ട് വരുന്നില്ലെങ്കിൽ നമ്മൾ ഷോർട്ട് കട്ട് അടിച്ചതിന് ശേഷം F3 ടൈപ്പ് ചെയ്താൽ കണ്ടോ LibreOffice എന്നാണ് റീപ്ലേസ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ F3 ക്ലിക്ക് ചെയ്താൽ ഓട്ടോ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പോൾ നമ്മളിന്ന് എഡിറ്റിൽ അൺഡു റീഡു അങ്ങനത്തെ കാര്യങ്ങൾ, കട്ട് കോപ്പി പേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ, സെലക്ട് ഓൾ, പിന്നെ ഫൈൻഡ് റീപ്ലേസ് ഓട്ടോ ടെക്സ്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ അടുത്തതാണ് വ്യൂ എന്ന് പറഞ്ഞ മെനു. വ്യൂ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഡോക്യുമെൻറ്റിൽ നമ്മൾ വ്യൂ മാറ്റാനോ അല്ലെങ്കിൽ നമ്മളെ ടൂൾ ബാർ വ്യൂ ചെയ്യിക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ഓപ്ഷൻ ഉണ്ടോ, ടിക്ക് കാണാം. റൂളർ എന്ന് പറഞ്ഞ ടിക്ക് ഇവിടെ കാണുന്നുണ്ട്. ഈ ടിക്ക് ഒഴിവാക്കിയാൽ ആ റൂളർ ഇവിടുന്ന് ഡിസ്പ്ലേ ആണോ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ വ്യൂ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇതിൽ 2 ടൈപ്പ് വ്യൂ പറയുന്നത്, ഒന്ന് പ്രിൻ്റ് ലേ ഔട്ടും ഒന്ന് വെബ് ലേ ഔട്ടും ഉണ്ടോ. ഇത് വെബ് ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ HTML പേജിൽ എങ്ങനെ ലേ ഔട്ട് കാണുന്നു അതേ ഇതിൽ ഓപ്ഷൻ വരാം. പിന്നെ അതിൽ ഓപ്ഷൻസ് വരുന്നത്, ഇപ്പോൾ നമുക്ക് പുതിയ ടൂൾ ബാർ ആഡ് ചെയ്യണമെങ്കിൽ ടൂൾ ബാറിൽ പോയതിന് ശേഷം ഇപ്പോൾ ഡ്രോയിങ് അല്ലെങ്കിൽ ഫോർമാറ്റിംഗ് സ്റ്റാൻഡേർഡ് ടൂൾ ബാർ ടിക്ക് ഒഴിവാക്കി ആ സ്റ്റാൻഡേർഡ് ടൂൾ ബാർ നമ്മൾക്ക് ഇൻവിസിബിൾ ആയിട്ട് പോകും. സ്റ്റാൻഡേർഡ് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് കൊടുത്തത്. അപ്പോൾ ഇത് ഈ ടൂൾ ബാറാണ് നമ്മൾ സ്റ്റാൻഡേർഡ്. ഇത് നമ്മൾ ഫോർമാറ്റിംഗ് ബാർ, റൂളേഴ്സ് ഉണ്ടോ, വെർട്ടിക്കൽ ഹൊറിസോണ്ടലും ഉണ്ട്, സ്ക്രോൾ ബാർ ഇതാണ്. ഇതിൻ്റെ അലൈൻമെൻറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ 2 സെൻറ്റിമീറ്ററാണ് പറയുന്നത് നമ്മൾ മാർജിൻ. ഇത് കൂട്ടണമെങ്കിൽ ഇവിടെ കുറച്ച് ക്ലിക്ക് ചെയ്ത് കൂട്ടിയാൽ അത് കൂട്ടും കുറയ്ക്കുക എല്ലാം ചെയ്യാം. പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. വ്യൂവിൻ്റെ അകത്ത് ലേഔട്ടുകളും അങ്ങനത്തെ കാര്യങ്ങൾ ആഡ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളും ഫുൾ സ്ക്രീനായിട്ട് നമുക്കത് കാണാം, സൂം ചെയ്ത് കാണാം. ഫുൾ സ്ക്രീൻ കൊടുക്കണ്ട, മൊത്തം ഫുൾ സ്ക്രീനായിട്ട് വരും. എസ്കേപ്പ് അടിച്ചാൽ അത് പഴയ രീതിയിലേക്ക് തന്നെ വരും. പിന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് ടൂൾ ബാറിൽ ന്യൂ, ഓപ്പൺ, സേവ് അങ്ങനത്തെ ഇമെയിൽ ചെയ്യാൻ, അങ്ങനെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ്, ഫോൺ നെയിം അങ്ങനത്തെ PDF-ലേക്ക് നമുക്ക് ഇവിടുന്ന് കൺവേർട്ട് ചെയ്യാം, പ്രിൻ്ററിലേക്ക് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ, സ്പെല്ലിംഗ് ചെക്ക് കാര്യങ്ങൾ അൺഡു റീഡു. അപ്പോൾ നമ്മൾ ആ ഫയലിൽ നോക്കിയ കുറേ കാര്യങ്ങൾ തന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഫോർമാറ്റിംഗ് ടൂൾ ബാറിൽ സ്റ്റൈല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് ഫോർമാറ്റിംഗ് ടൂൾ ബാർ നോക്കാം. അത് ക്ലോസ് ചെയ്തതിന് ശേഷം വരും. റീസെൻറ്റ് ഡോക്യുമെൻറ്റ്സിൽ നമ്മൾ ഇതിൻ്റെ മുന്നേ ഓപ്പൺ ചെയ്ത ഫയൽസ് ഉണ്ടോ. ഇപ്പോൾ നമുക്ക് ഫോർമാറ്റ് ചെയ്യേണ്ട വേർഡ് അല്ലെങ്കിൽ അത് സെലക്ഷൻ ചെയ്തതിന് ശേഷം നമുക്ക് ബോൾഡ് ആക്കാം, സൈസ് കൂട്ടണമെങ്കിൽ സൈസ് കൂട്ടാം, സെൻറ്റർ ചെയ്യണമെങ്കിൽ സെൻറ്റർ ചെയ്യാം, അലൈൻമെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇംഗ്ലീഷിൻ്റെ ഇപ്പോൾ ഈ ഇത് കൂട്ടണമെങ്കിൽ കുറക്കണമെങ്കിലൊക്കെ ചെയ്യാം. കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാം, ഫോൺ കളറ്, ബാക്ക്ഗ്രൗണ്ട് കളറും ഉണ്ടോ മൊത്തം വരുന്നത്. ഇത് ആ ടെക്സ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഹൈലൈറ്റ് ചെയ്യാൻ, ഇത് മൊത്തം ആ റോ മൊത്തം ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. പിന്നെ ഇത് നമുക്ക് മൊത്തം അലൈൻമെൻറ്റ് ചെയ്യണമെങ്കിൽ, ജസ്റ്റിഫൈ ചെയ്യണമെങ്കിൽ ഉണ്ടോ മൊത്തം ഒരേ ഇതിൽ വരും ഉണ്ടോ.
പിന്നെ നമ്മൾ സ്റ്റൈൽ മാറ്റാം, ഇവിടുന്ന് ടൈറ്റിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആക്കി മാറ്റാം. ഇവിടുന്ന് ടൈറ്റിലാക്കി കൊടുക്കാം. സ്റ്റൈൽ കളർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പിന്നെ അതിൻ്റെ ഫോൺ സ്റ്റൈൽ മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റാം. ഇങ്ങനെയൊക്കെ അങ്ങനെ വരും. ഇത് മൊത്തം നമുക്ക് ഫോണ്ട് മാറ്റണമെങ്കിൽ മാറ്റാം, ചേഞ്ച് ചെയ്യാം. പിന്നെ നമുക്ക് ചില കാര്യങ്ങൾ മാത്രം നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ ഹൈലൈറ്റ് പവർ കൊടുക്കാം. കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ഇതിനൊക്കെ ഇവിടെ ഉണ്ടോ, താഴത്തേക്ക് ഒരു ആരോഗ്യ ഉണ്ടല്ലേ, ഇതിനകത്ത് ക്ലിക്ക് ചെയ്താൽ പിന്നെ ഇതിലുള്ള ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ മുകളിലത്തെ ഏരിയ കൂട്ടണമെങ്കിൽ കൂട്ടാം, ടോപ്പ് മാർജിൻ കൂട്ടണമെങ്കിൽ കൂട്ടാം, ബോട്ടം മാർജിൻ നമുക്ക് കുറയ്ക്കണമെങ്കിലോ കൂട്ടണമെങ്കിലൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളെ എഡിറ്റ് വ്യൂ അല്ലെങ്കിൽ ബാറുകൾ. ഇതിൻ്റെ അകത്ത് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ ഇതിൻ്റെ അകത്തുകൊണ്ട് നോക്കുന്നുള്ളൂ. പിന്നെ വരുന്നത് സ്റ്റാൻഡേർഡ് ടൂൾ ബാറും ഫോർമാറ്റിംഗ് ടൂൾ ബാറും. സേവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ സേവ് കൊടുക്കാം. പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യാം. PDF എക്സ്പോർട്ട് PDF മാറ്റണമെങ്കിൽ ഉണ്ടോ, ഇത് PDF നമ്മളിപ്പോൾ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം. സേവ് കൊടുത്താൽ ഇത് നേരെ PDF വരും. ഉണ്ടോ, PDF ആയി. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക, സേവ് ചെയ്യുക, PDF കൺവേർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇതിൽ നോക്കിയത് ഓട്ടോ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കണ്ടിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ട വേർഡോ ടെക്സ്റ്റോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോ ടെക്സ്റ്റിൽ ആഡ് ചെയ്താൽ നമുക്ക് ആ ഒരു നമ്മൾ കൊടുത്ത ഷോർട്ട് കട്ട് മാത്രം ടൈപ്പ് ചെയ്തതിന് ശേഷം F3 അല്ലെങ്കിൽ എൻ്റർ അടിച്ചാൽ, എൻ്റർ അടിച്ചിട്ട് വരുന്നില്ലെങ്കിൽ F3 ആണ് പറയുന്നത്, F3 അടിച്ചിട്ട് നമുക്ക് അത് അതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇൻസേർട്ട്, ഫോർമാറ്റ് അങ്ങനത്തെ രണ്ട് മെനൂസിനെ കുറിച്ച് നോക്കാം. ഫോർമാറ്റിൽ വരുന്നത് തന്നെയാണ് ഈ കുറേ കാര്യങ്ങൾ ഇതിൽ വരുന്നത്. ഇതിൽ പാരഗ്രാഫ് അങ്ങനത്തെ കാര്യങ്ങൾ, സ്റ്റൈൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.